സവാള, പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി. കിഴങ്ങ് നേരത്തെ തന്നെ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ സവാളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂട്ടി നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. വെള്ളം നന്നായി വറ്റിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കിഴങ്ങിട്ട് നന്നായി മിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയിലേക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ദോശ നന്നായി മുരിഞ്ഞു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മസാല വെക്കാം. ഇങ്ങനെ മടക്കിയെടുക്കാവുന്നതാണ്. ഞങ്ങളുടെ മസാല ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.